2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തമിഴക വെട്രിക്കഴകം രാഷ്ട്രീയ രംഗത്ത് നിർണായക നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. പാർട്ടി അധ്യക്ഷനും സിനിമാ നടനുമായ വിജയ് പെരമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണമെന്ന ആവശ്യമുയർത്തിക്കൊണ്ട് പാർട്ടി പ്രവർത്തകർ പ്രമേയം പാസാക്കി. ചെന്നൈയിൽ ചേർന്ന പാർട്ടി യോഗത്തിലാണ് ഈ നിർണായക തീരുമാനം കൈക്കൊണ്ടത്. 2026 തെരഞ്ഞെടുപ്പിൽ വടക്കൻ ചെന്നൈയെ ഒരു പ്രധാന രാഷ്ട്രീയ പോരാട്ട ഭൂമിയാക്കി മാറ്റാനുള്ള TVKയുടെ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന വിലയിരുത്തലാണ് ഉയർന്നുവരുന്നത്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ചുമതലയുള്ള സെക്രട്ടറി ആദവ് അർജുനയാണ് യോഗത്തിൽ ഈ പ്രമേയം അവതരിപ്പിച്ചത്. പെരമ്പൂർ മണ്ഡലത്തിൽ നിന്ന് വിജയ് മത്സരിക്കണമെന്ന നിലപാടിൽ പ്രവർത്തകർ ഒരുമിച്ചാണ് നിലകൊള്ളുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടി ജനറൽ സെക്രട്ടറി N. ആനന്ദ് ഈ ആവശ്യം പാർട്ടി നേതൃത്വത്തിന് ഔദ്യോഗികമായി അറിയിക്കുമെന്ന് പ്രവർത്തകർക്ക് ഉറപ്പു നൽകി. പൊതുജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതും സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്നതുമായ മേഖലകളിലാണ് പാർട്ടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അത്തരമൊരു പ്രദേശമാണ് വടക്കൻ ചെന്നൈ എന്നും ആദവ് അർജുന വിശദീകരിച്ചു. പെരമ്പൂർ, കൊളത്തൂർ, RK നഗർ എന്നീ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് മത്സരിക്കാൻ വിജയ് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതേസമയം പെരമ്പൂർ നിയമസഭാ മണ്ഡലം കഴിഞ്ഞ 6 പതിറ്റാണ്ടിലേറെയായി ദ്രാവിഡ മുന്നേറ്റ കഴകം ശക്തമായ കോട്ടയായാണ് അറിയപ്പെടുന്നത്. ഈ മണ്ഡലം തകർക്കാൻ വിജയ്ക്ക് ആകുകയാണെങ്കിൽ അത് വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വലിയ മൈൽ സ്റ്റോണായി തീരും. ചെന്നൈ നോർത്ത് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പെരമ്പൂരിൽ 1967 മുൻപ് കോൺഗ്രസും DMKയും മാറി മാറി ജയിച്ചിരുന്നു. എന്നാൽ 1967 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 2 അവസരങ്ങൾ ഒഴികെ എല്ലാ തവണയും DMKയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയോ ആണ് വിജയം കൈവരിച്ചത്. 1996 2016 അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം ഇവിടെ ജയിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK സ്ഥാനാർത്ഥിയായ RD ശേഖർ 52.93% വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. AIDMK സ്ഥാനാർത്ഥി NR ധനപാലൻ 25.29% വോട്ടുകളോടെ 2ാം സ്ഥാനത്തെത്തി. 2019 ഉപതെരഞ്ഞെടുപ്പിലും RD ശേഖർ തന്നെയായിരുന്നു വിജയ്. അന്ന് അദ്ദേഹത്തിന് 56.32% വോട്ട് ലഭിച്ചിരുന്നു. 2016 തെരഞ്ഞെടുപ്പിൽ CPM ഒരു പുതിയ മുന്നണിയുടെ ഭാഗമായി DMKയെയും AIDMKയും ഒഴിവാക്കി മത്സരിച്ചതോടെ വോട്ടുകൾ വിഭജിക്കപ്പെടുകയും അതിന്റെ പ്രയോജനം AIDMKയ്ക്ക് ലഭിക്കുകയും ചെയ്തു. AIDMK സ്ഥാനാർത്ഥി വെട്രിവേൽ 79,974 വോട്ടുകൾ നേടി ജയിച്ചപ്പോൾ DMK സ്ഥാനാർത്ഥി NR ധനപാലിന് 79,455 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. CPM സ്ഥാനാർത്ഥി സൗന്ദരരാജൻ നേടിയ 10,281 വോട്ടുകളാണ് DMKയ്ക്ക് മണ്ഡലം നഷ്ടപ്പെടാൻ കാരണമായത്. പിന്നീട് 2019 DMKയും CPMും വീണ്ടും കൈകോർത്തതോടെ പെരമ്പൂർ തിരിച്ചുപിടിക്കാൻ സാധിച്ചു. ഇത്തവണ വിജയ് നേരിട്ട് മത്സരിക്കുകയാണെങ്കിൽ പെരമ്പൂർ മണ്ഡലത്തിൽ ത്രികോണ മത്സരം കടുത്തതായിരിക്കും എന്നതിൽ സംശയമില്ല. DMKയും CPMും ശക്തമായ പ്രചരണത്തിലേക്കും അടിത്തറ രാഷ്ട്രീയം ശക്തിപ്പെടുത്തുന്നതിലേക്കും നിർബന്ധരാകുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. 2024 ഫെബ്രുവരി 2 വിജയ് തമിഴക വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി ഔപചാരികമായി പ്രഖ്യാപിച്ചത്. വലിയ പ്രതീക്ഷകളോടെയാണ് പാർട്ടി തുടക്കം കുറിച്ചതെങ്കിലും അതിനൊപ്പം കടുത്ത വിമർശനങ്ങളും വെല്ലുവിളികളും പാർട്ടിക്ക് നേരിടേണ്ടി വന്നു. സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരേ സമയം വലിയ സമ്മർദ്ദങ്ങളാണ് വിജയ് നേരിട്ടത്. പതിറ്റാണ്ടുകൾ നീണ്ട അഭിനയ ജീവിതത്തിന് ശേഷം തന്റെ താരപരിവേഷത്തെ രാഷ്ട്രീയ മൂലധനമാക്കി മാറ്റുക അത്ര എളുപ്പമല്ലെന്ന യാഥാർത്ഥ്യമാണ് ഈ കാലയളവിൽ വ്യക്തമായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ നിർണായക ഘട്ടത്തിൽ വിജയുടെയും TVKയുടെയും രാഷ്ട്രീയ സ്വാധീനം എത്രത്തോളം ജനമനസ്സുകളിൽ വേരോടിയിട്ടുണ്ടെന്നത് അടുത്ത കാലയളവിൽ തന്നെ വ്യക്തമാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.